ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പിന്നെ നമ്മൾ മൈജിയിലോട്ട് കിട്ടിയെടുക്കുകയാണ്. നമുക്കിന്ന് ഒരു പർച്ചേസും കൂടെ ഉണ്ട്, ഒരു ലാസ്റ്റ് പ്രോഡക്റ്റും കൂടെ വാങ്ങാനുണ്ട്. അപ്പം അതിൻ്റെ ഒരു വ്ളോഗായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റ് ഫോട്ടോച്ചി അവിടെ നമ്മൾ നോക്കി, പക്ഷേ കിട്ടിയില്ല. പക്ഷേ ഒരു സ്ഥലത്ത് കിട്ടി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. പോയി നോക്കണം, നമ്മൾ പോയിട്ടില്ല, ആദ്യമായിട്ട് ടൈമാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വയറൊക്കെ കാലിയാക്കിയിട്ട് എല്ലാം വിശന്ന് കൂടുതൽ വയറൊക്കെ കാലിയാക്കിയിട്ടാണ് നമ്മൾ പോണത്. പിന്നെ ഇതിൻ്റെ ബാക്കി പർച്ചേസിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഐ ബട്ടണിലും കൊടുക്കാം. ഒരു ബാഡ് എക്സ്പീരിയൻസ് നമുക്ക് മൈജിയിൽ നിന്ന് ഉണ്ടായിരുന്നു. ഒരാൾ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്ത കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അത് കയറി കാണാം കേട്ടോ. അപ്പോൾ ഇട്ടാൽ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ മൈജിയിലൊക്കെ പോയി വന്നിട്ടോ. എന്നിട്ട് നേരെ നമ്മൾ വിശന്ന് കുടൽ എരിഞ്ഞിട്ട് ഉട്ടോപ്പിയയിലാണ് ചെന്ന് കയറിയേക്കുന്നത്. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തായിരുന്നു ഇവിടെ വന്നോന്ന്. സീ ഫുഡിൻ്റെയൊക്കെ കുറേ നമ്മളിവിടെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ കണ്ടിരുന്നു. നമുക്ക് വന്നോ തോന്നിയിരിക്കുന്ന ഒരു കഫേ ആയിരുന്നു കേട്ടോ. അപ്പോൾ വന്ന് നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. രണ്ടുപേരൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഞങ്ങൾ ഇരിക്കുന്ന ഈ ഒരു സൈഡാണ് കേട്ടോ. ബാക്കി അങ്ങോട്ട് കുറേ പേരുണ്ടെങ്കിൽ അങ്ങോട്ട് അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾക്ക് നല്ല മീനിൻ്റെ ക്രേവിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. മീൻ കിട്ടുമെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞങ്ങൾ പോയപ്പം നല്ല പൊരിച്ച കരിമീനല്ലായിരുന്നു. കരിമീനും വാങ്ങി, പിന്നെ പാൽക്കപ്പ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫ് റിബൊക്കെ വാങ്ങി നമ്മള്. പിന്നെ ടൈഗർ പ്രോൺസ് നമ്മള് സ്റ്റാർട്ടറായിട്ട് അതും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫ്രൈ ചെയ്തിട്ടല്ലേ. എന്താ അറിയില്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് ഭയങ്കര ക്രേവിങ്സ്. എന്തെങ്കിലും ഒരു പൊരിച്ച മീൻ. ഞങ്ങളാണെങ്കിൽ പോണ വഴി കൂടെ ഏതൊക്കെയോ ചേച്ചിമാരൊക്കെ ചാളയൊക്കെ പൊരിക്കണ സ്മെല്ല് കിട്ടിയിട്ട് ഞങ്ങൾക്ക്. പിന്നെ ഇവിടെ പോവണമെങ്കിൽ നമ്മളൊരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പം പോവണം. അപ്പോൾ ആ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ നല്ലൊരു വൈബായിരിക്കും. ഞങ്ങളുടെ ഇപ്പുറത്ത് ഫുള്ള് വെള്ളമാണ്, കായൽ അങ്ങനെ എന്തോ സംഗതിയാണ് ഇപ്പുറത്ത്. പക്ഷെ നിലാവുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നല്ലോണം കാണാറുണ്ട്. നല്ല സംഗതിയാണ്. അപ്പോൾ ഇവള് പറഞ്ഞു വിട്ട് നമ്മൾ ഈവനിങ് പോയാലാണ് നല്ലത് അല്ലേ. പിക്ക് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റുന്ന ടൈം ഈവനിങ് ടൈമാണ് കേട്ടോ. രാത്രിയാകുമ്പോൾ കുറച്ച് കൊതുകിന്റെ കടിയൊക്കെ ഉണ്ടാവും, അതൊക്കെ സഹിച്ചിരിക്കണം. അത് വേറെണ്ട്. നമുക്ക് തിന്നണമെങ്കിൽ കൊതുകിന്റെ കടിയൊക്കെ കൊള്ളണമല്ല അങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈഗർ പ്രോൺസ്. കഴിച്ചപ്പോഴേക്ക് രാജകുമാരിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മുടെ പാൽക്കപ്പയൊക്കെ വന്നിട്ടാ നമ്മുടെ കരിമീൻ പൊരിച്ചത് നമ്മൾ പൊള്ളിച്ചതാണ് ആദ്യം പറഞ്ഞത്. ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിരുന്നു, അത് ഞങ്ങൾക്ക് വലിയൊരു ഇഷ്ടമായില്ല. പുളിയും മധുരവും എല്ലാം കൂടെ ഉള്ളൊരു സംഗതി കേട്ടോ. ഒരു കയ്പ്പ് ഉണ്ടായിരുന്നു ഇടക്ക്. പക്ഷെ ബാക്കി എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ പാൽക്കപ്പൊക്കെ ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നു, അതെനിക്ക് ഇഷ്ടമായിട്ടില്ല. ബാക്കിയെല്ലാം വാസ് ഓക്കെ. പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടാ. നിങ്ങൾ വ്യൂ കണ്ട ഇതാണ്. ഇതിനേലും വൃത്തിയുണ്ടായിരുന്നു ഫോട്ടോയിൽ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ആ ഒരു ടൈമിൽ അവിടെ ഒരു ചേട്ടൻ തോണിയൊക്കെ ആയിട്ട് വന്നിരുന്നു. തോണിയായിട്ട് വന്നിരുന്നു, ഞാൻ കണ്ടില്ല. മീനിനെ പിടിക്കാൻ. ഓഹോ, മീൻ ഇവളുടെ വീക്ക്നെസ് ആയതുകൊണ്ട് ആ ചേട്ടനെ തോണിനെ മീനിനെ നോക്കിയിരിക്കാറെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് പോയി വാങ്ങിയത് നമ്മൾ വാങ്ങിയത് നമ്മൾ ടി വി ആണോ വാങ്ങിയത് മൈജിന്ന്. നമ്മൾ ഈ അടുത്ത് ഒരു അത്യാവശ്യം ഒരു നല്ല പർച്ചേസിങ് നടത്തിയായിരുന്നു. ഇത് ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജ് വാങ്ങി, പിന്നെ ഒരു മിക്സി വാങ്ങി, അതുപോലെ തന്നെ ഒരു ടി വിയും കൂടെ നമ്മൾ വാങ്ങിയായിരുന്നു കേട്ടോ. ഇതൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് എത്തിയത് കേട്ടോ. ടി വിയുടെ ആൾക്കാർ വന്ന് ചെയ്തു തരുമെന്നാണ് പറഞ്ഞത്. സാംസങ്ങിൻ്റെ തന്നെ ടെക്നീഷ്യൻ വരുമെന്ന് പറഞ്ഞ്. പിന്നെ ഫ്രിഡ്ജ് അവർ തന്നെ മേളിലോട്ട് വെച്ച് സെറ്റ് ചെയ്ത് തന്നിട്ടോ. നല്ലൊരു ഫ്രിഡ്ജായിരുന്നു ഇത്. ഞങ്ങളുടെ രീതിക്ക് ലൈക്ക് ഫസ്റ്റ് തന്നെ നമ്മളുടെ ഒരു സാലറിയിൽ നിന്ന്, ഫസ്റ്റ് അല്ല എന്നാലും നമ്മളത് വാങ്ങുമ്പോൾ നമുക്ക് തന്നെ ഒരു വേറൊരു ഫീലായിരുന്നു. ഒരു പ്രൗഡ് മൂമെൻറ്റ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം. കാണുമ്പോൾ ചെറിയൊരു സംഗതി, എല്ലാവരും വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ട് ഇതുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഒരു ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ വേറൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ഇട്ട് വെറുപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.